കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് പകൽ ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 1-2 ദിവസങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. വരുന്ന ചൊവ്വാഴ്ച ആമേൻ ഹല്ലേലൂയ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 1. രാമൻ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആമേൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ വെളിപ്പെട്ടു വരട്ടെ. നമ്മളൊരു നിമിഷം അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന വലം കരങ്ങളിൽ ഇന്ന് പകൽ ആ ശൂന്യതകൾ മാറാൻ പോവുക. ഈ പഴയ വർഷത്തിൻ്റെ, സാമ്പത്തിക വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ, ഈ ഒടുവിലത്തെ ഞായറാഴ്ച നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 1-ാം തീയതി ഒരു പുതിയ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കഴിഞ്ഞ വർഷം ശത്രു വെട്ടിക്കളഞ്ഞ, ശത്രു നശിപ്പിച്ച, ശത്രു ഇല്ലായ്മ ചെയ്ത ആ സംവത്സരങ്ങൾക്ക് ഒറ്റവണ്ണം വരുന്ന ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവവേലയ്ക്കും ദൈവസഭയ്ക്കും അഭിവൃദ്ധിക്ക് കാരണമാകത്തക്ക രീതിയിൽ ഈ കരങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് നിറയട്ടെ. അവൻ പുതിയ ഫിനാൻഷ്യൽ ഇയർ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ, പുതിയ വഴിത്തിരിവുകൾ, പുതിയ ഉറവകൾ, പുതിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥിതികൾ മാറട്ടെ, സ്ഥിതികൾ മാറട്ടെ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷം. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കാം. ആമേൻ. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസനെ ഞാൻ ഏൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രൈസുള്ള വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരു ഭാഗം ഒന്ന് വേഗത്തിൽ ഇന്ന് പകൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഇന്നു പകലത്തെ ദൂതിതാണ്. പ്രസംഗം മൊത്തം കേൾക്കാനിരിക്കല്ലേ. ഇന്ന് പകൽ ഈ വായിച്ച വാക്യം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ പ്രതികരിച്ചോളണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇതൊരു പ്രോഫറ്റിക് വേർഡാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ഈ വചനത്തെ അതുപോലെ റിലീസ് ചെയ്യുകയാണ്. ഈ വചനത്തെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുകയാണ്. ഓ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. എത്ര പേരിന്ന് പകരേറ്റെടുക്കുന്നു? നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇത് മനുഷ്യൻ പറയുന്നതല്ല, ഇത് ദൈവത്തിന്റെ നിന്നോടുള്ള അരുളപ്പാടാണ്. ഏറ്റെടുത്ത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു,
പ്രോഫറ്റിക്കായി വിളിച്ചു പറയാം, നിന്റെ ജീവനെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ സാത്താൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇട്ട ചില ഫുട്സ്റ്റെപ്പുകൾ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. സ്വത്രം. ഇന്ന് പകൽ എൻ്റെ മുമ്പിലിരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഹിസ്കിയാവാണോ? ജീവിതം എവിടെയോ വഴിമുട്ടിയതുപോലെ, പലപ്പോഴും കണ്ട ചില പ്ലാനുകൾ, കണ്ട ചില ഡ്രീംസ്, ചില സ്വപ്നങ്ങൾ എവിടെയൊക്കെയോ ആമേൻ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് തീർന്നെന്ന് പറയപ്പെട്ട, അവസാനിച്ചെന്ന് പറയപ്പെട്ട, ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ആമേൻ സ്റ്റോപ്പിട്ടതുപോലെ ഏതൊക്കെയോ ചില സ്വപ്നങ്ങൾക്ക്, ഏതൊക്കെയോ ചില പ്ലാനുകൾക്ക് സ്റ്റോപ്പിട്ടതുപോലെ എവിടെയോ നിന്നുപോയ ചിലത്, നിന്നുപോയ ചിലത് ദൈവാത്മാ പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, പുഷ്ടപ്പെട്ട ചിലത് ഇതാ വീണ്ടും അത് ആരംഭിക്കുന്നത് പോലെ. തീർന്നെന്ന് പിശാച് പറഞ്ഞില്ലേ? അവസാനിച്ചെന്ന് ലോകം പറഞ്ഞില്ലേ? അല്ലേ? ഇതുവരെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? അവിടെ നിന്ന് ദൈവാത്മ പറയുന്നു, ദൈവത്തിൻ്റെ ആലോചനയാ, ദൈവത്തിൻ്റെ അരുളപ്പാടാ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ വേഗത്തിൽ ഇച്ചിരി ഒന്നതിൻ്റെ അടുത്തിലോട്ട് ഇറങ്ങുക, പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നീ കരയുന്നത്, അതിന് തൊട്ടുമുമ്പിൽ ഇങ്ങനെ കൂടെ ഉണ്ട്, യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അല്ലേ? നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഇതാ ഇവിടെ ഒരു മഗ്ദലക്കാരത്തി മറിയയുടെ മുമ്പിൽ വന്ന് നിന്ന് എൻ്റെ കർത്താവ് ചോദിക്കുക, നീ കരയുന്നത്? ഇന്ന് പകൽ ഇതിനകത്ത് ആരോടൊക്കെയോ കർത്താവ് ചോദിക്കുന്നു, നീ കരയുന്നത് എന്ത്? ഓ, ഇന്ന് പകല് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീരെൻ്റെ ദൈവം കണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നീ ഇരുന്ന് കരയുക. കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നീ കരയുന്നത് എന്ത്? ഈ സ്ത്രീയോട് ചോദിച്ചാൽ ഈ സ്ത്രീ താഴോട്ട് പറയുന്നു, അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. പുള്ളിക്കാരി കരയാനുള്ള കാരണം, കഴിഞ്ഞ ചില കൊല്ലങ്ങളായി താൻ കണ്ട് തൻ്റെ മുൻപിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾ പലതും ചെയ്ത യേശുവിനെ ഇപ്പോൾ കാണുന്നില്ല. അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച യേശുവിനെ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഇവൾ കാണുന്നില്ല. അല്ലേ?
ഇന്ന് പകല് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ കണ്ട പല ദൈവപ്രവർത്തികളും ഇന്നും നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ കഴിയാത്തതാണ് നീ ഇന്ന് കരയുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ കുറെ നാളുകൾ നീ അനുഭവിച്ച പല ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അതിന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും നീ കരയാനുള്ള കാരണം. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ആ കാരണമുണ്ടല്ലോ അതിനെ ഞാൻ മടക്കി തരാൻ പോവുകയാണ്. എന്തു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ന് പകല് നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടച്ചിട്ട്, നിന്റെ കണ്ണുനീരിനെ തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് നീ അനുഭവിച്ച സന്തോഷം എവിടെയോ നിനക്ക് നഷ്ടമായി. എന്നാൽ ഇന്ന് പകൽ ആ നഷ്ടപ്പെട്ട സന്തോഷത്തെ, ആ നഷ്ടപ്പെട്ട സമാധാനത്തെ, ആ നഷ്ടപ്പെട്ട സൗഖ്യത്തെ, ആ നഷ്ടപ്പെട്ട വിടുതലിനെ, ആ നഷ്ടപ്പെട്ട എന്താണ് നിന്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് അവൻ അതിനെ മടക്കി തരാൻ പോകുകയാണ്. കാരണം ഇന്ന് പകൽ എൻ്റെ കർത്താവ്, കാരണം ഇന്ന് പകൽ എൻ്റെ പ്രസംഗ വിഷയം ഇതാ, എൻ്റെ കർത്താവ് നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നവനാ, നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നവനാ. പകൽ ആരോടൊക്കെയോ കരയുന്ന ആരോടൊക്കെയോ കർത്താവ് ചോദിക്കുന്നു, നീ കരയുന്നതെന്ത്? നിനക്ക് നഷ്ടപ്പെട്ടതിന് ഞാൻ ഇന്ന് തിരിച്ചു തരും. നിനക്ക് നഷ്ടപ്പെട്ടതിന് ഞാൻ നിനക്ക് തിരിച്ചു തരും. ഇന്ന് പകൽ കരയുന്നവരോടെ ഈ മറുപടി ഉള്ളു കേട്ടോ. കരയാത്ത ആരോടും കർത്താവിനൊന്നും പറയാനില്ല. ദൈവസനെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവസനെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നിന്നോട് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തരും. ഇന്ന് പകൽ ആരോ വിളിക്കുന്നു, മറിയേ എന്ന് വിളിച്ചത് പോലെ, യേശു മറിയേ എന്ന് വിളിച്ചത് പോലെ ഇന്ന് പകൽ കരയുന്ന ആരെയൊക്കെയോ എന്റെ പ്രാണനാഥൻ, എന്റെ കർത്താവ് ഇന്ന് പകൽ പേർ ചൊല്ലി വിളിക്കുന്നു. The name of Jesus. ഒറ്റയ്ക്ക് കരയുന്ന മറിയേ, ഒറ്റയ്ക്ക് കരയുന്ന, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഒപ്പമുണ്ടായിരുന്ന പലരും ഇന്നൊപ്പമില്ലല്ലോ. കഴിഞ്ഞ നാളുകളിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച പലരും ഇന്ന് നിന്റെ കൂടെ ഇല്ലല്ലോ. കഴിഞ്ഞ നാളുകളിൽ നിന്നോട് ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ച് കിടന്നുറങ്ങിയ പലരും ഇന്ന് നിന്റെ ഒപ്പമില്ലല്ലോ. നീ ഒറ്റയ്ക്കല്ലേ. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കരയുന്ന നിന്റെ അരികിൽ അവൻ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവാ. ഇന്ന് പകൽ ഇറങ്ങി വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ. എനിക്കറിയത്തില്ല ഒറ്റയ്ക്ക് കരയുന്ന ആരോടൊക്കെയോ കർത്താവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. കർത്താവ് ഇന്ന് പകൽ സംസാരിക്കുന്നു. മറ്റാർക്കുമില്ലാത്ത ഒരു പുതിയ സാക്ഷ്യം എന്റെ കർത്താവ് നിനക്ക് തരാൻ പോയാണ് മറിയേ. കേൾക്കുന്നുണ്ടോ? പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ. Jesus. എനിക്കറിയില്ല. കരയുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, കഴിഞ്ഞ നാളുകൾ ഉള്ളതുപോലെ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് ഒറ്റ മനുഷ്യനില്ല നിന്റെ മുമ്പിൽ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ഒറ്റയ്ക്ക് കരയുന്ന വ്യക്തിയെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, കൂട്ടത്തിലിരിക്കുന്ന ആർക്കുമില്ലാത്ത സാക്ഷ്യം, ഒരു വലിയ കൂട്ടത്തോടിരിക്കുന്ന ഒരു പത്രോസുമാർക്കുമില്ലാത്തത്, ഒരു യാക്കോബുമാർക്കുമില്ലാത്ത ഒരു സാക്ഷ്യം നിനക്ക് പറയാനുണ്ടാകുന്ന ഒരു ദിവസം ഇതാ വരുന്നുണ്ട്. യെസ്,
എനിക്കറിയില്ല. ഒത്തിരി കരയുന്ന ആരോടൊക്കെ കർത്താവ് പറയുന്നു, ഒത്തിരി വലിയ സാക്ഷ്യം ഞാൻ നിന്റെ നാവിൽ തരാൻ പോയാണ്. ഏറ്റെടുത്തോ, പ്രതികരിച്ചോ. ഇന്ന് പകൽ ഇതിനകത്ത് അങ്ങനെ ഒരു സാന്നിധ്യം ഇറങ്ങുന്നു, അങ്ങനെ ഒരു പ്രസൻസ് ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു, സ്വർഗത്തിൽ നിന്നൊരു കരം നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ ഇന്ന് പകൽ ഇറങ്ങി വരുന്നത് ഞാൻ ഇന്ന് പകൽ മാർത്ത കേട്ട മറിയ കേട്ട ആ ശബ്ദം ഞാൻ ഇന്ന് പകൽ ഇതിനകത്ത് വിളിച്ചു പറയുന്നു. ഗുരു വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ. പകലുകളെന്നോ രാത്രികളെന്നോ വ്യത്യാസമില്ലാതെ കണ്ണുനീരൊഴുക്കിയ പല വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽ മറുപടികൾ വെളിപ്പെടുന്നു. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. വില കൊടുത്ത മറിയമാർ, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ചില മറിയമാരോട്, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ ആവർത്തിക്കുന്നു, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആരോടോ ആമേൻ. പ്രാർത്ഥനയിൽ മല്ലിടുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥനയിൽ കരയുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥനയിൽ നിലവിളിച്ചു പോകുന്ന ആരോ ഇന്ന് പകരം കേൾക്കുന്നു. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ഇന്ന് പകൽ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ സ്വീകരിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇതൊരു പ്രവചന വാക്കായി ഏറ്റെടുത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒന്ന് ശമൂവേൽ 30:4 അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നിന്റെ ബലം മുഴുവൻ ക്ഷയിച്ചു പോകത്തക്ക രീതിയിൽ കരഞ്ഞ ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. മുഴങ്കാലുകൾ തളർന്നു പോകുന്നത് പോലെ, നിന്റെ കൈകാലുകളിലെ വിരലുകൾ പോലും വിറയ്ക്കുന്നത് പോലെ, ശബ്ദമെടുത്ത് പ്രാർത്ഥിപ്പാൻ പോലും കഴിയാത്തതുപോലെ, ശരീരം തളർന്നു പോയതുപോലെ ഇരുന്ന് കരഞ്ഞ നിന്റെ പ്രാർത്ഥന മുറിക്കകത്തുള്ള കണ്ണുനീരിനെ നോക്കി ഇന്നു പകൽ കർത്താവ് പറയുന്നു, ഞാനത് കണ്ടിരിക്കുന്നു. അടുത്ത ദൂത് നിന്നോട് പറയുന്നു. 1 ശമൂവേൽ 30:18 എഴുതിയിരിക്കുന്നു, അമാല്യക്ക് അപഹരിച്ചു കൊണ്ടുപോയ സകലത്തെയും ദൈവസന്നിധിയിൽ കരഞ്ഞ ദാവീദിനും കൂട്ടർക്കും എന്റെ ദൈവം മടക്കി കൊടുത്തത് പോലെ. വിശ്വസിക്കാമെങ്കിൽ എഴുതി വെച്ചോ, ഈ 2025 കഴിഞ്ഞ വർഷങ്ങളിൽ ശത്രു അപഹരിച്ചു കൊണ്ടുപോയ പലതും നിന്റെ വീട്ടിൽ കൊണ്ട് മടക്കി തരുന്ന
എനിക്കറിയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് നിന്റെ പല നന്മകളെ ശത്രു അപഹരിച്ചു. നിന്റെ വീട്ടിനകത്തുള്ള വ്യക്തികളെ പോലും ശത്രു അപഹരിച്ചു. ഇന്നലെ പകലൊരു മാതാവിനെ വിളിച്ചിട്ട് കരയുക, ഫോൺ എടുത്തിട്ട്. ആ മാതാവിനെ ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി കരയുന്നേ? അവനോട് പറഞ്ഞു, പാസ്റ്ററെ ദൈവാലോചനെല്ലാം കേട്ട് കഴിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇന്നെല്ലാവരും എന്നെ ഇട്ട് കുത്തുക. എന്താ കാര്യം എന്നറിയോ? ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ രക്ഷയിൽ വന്നത്. ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ നല്ല നിലയിലാണ്. പക്ഷെ ഞാനും എൻ്റെ കുടുംബം ഇന്നും വാടക വീട്ടില്ല. എനിക്കിതെല്ലാം ഞാൻ സഹിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകലത്തെ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയട്ടെ, അമാല്യക്കൻ അപഹരിച്ചു കൊണ്ടുപോയതുപോലെ ആ മാതാവിനോട് പറയുക, എൻ്റെ തലമുറയിന്ന് പിന്മാറ്റത്തില്ല, എൻ്റെ മകനെന്ന് പിന്മാറ്റത്തില്ല. അമാല്യക്കൻ അഥവാ പിശാച് എൻ്റെ തലമുറ അപഹരിച്ചു കൊണ്ടുപോയി. ആമേൻ. ഇന്ന് അത് നിമിത്തം പലരും എന്നെ കുത്തുകായിട്ട് പല കുത്തുവാക്കുകൾ എൻ്റെ കുടുംബക്കാരിൽ നിന്ന് വരെ എനിക്ക് വരിക. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ആ അനുഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇന്ന് പകൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം മടക്കി തരാൻ പോവാ. അപഹരിക്കപ്പെട്ട പലതും, അപഹരിക്കപ്പെട്ട പല നന്മകളും, അപഹരിക്കപ്പെട്ട പല അനുഗ്രഹങ്ങളും ഇന്ന് പകൽ എന്റെ കർത്താവ് അതിനെ റിലീസ് ചെയ്യുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു, അത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് വായിച്ചേ. വളരെ സഭയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. വെളിപ്പാട് 21:4 മുതൽ ഒന്ന് വായിച്ചേ. അവൻ അവരുടെ കണ്ണിൽ നിന്നും, ഈ പറയുന്ന നമ്മളെ കുറിച്ചാ, ആമേൻ ഹല്ലേലൂയ, നിത്യത അവകാശമാക്കുന്നവനെ കുറിച്ചാ, ഹല്ലേലൂയ. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര്, ഇച്ചിരി കുറച്ചിരിക്കട്ടെ കേട്ടോ, നാളത്തേക്ക് കരയാൻ എന്നാണോ, കണ്ണുനീര് എല്ലാം എന്ന് വെച്ചാൽ നീ കരയേണ്ടി വരത്തില്ല. ആ രീതിയിൽ ദൈവം തുടച്ചു കളയും. അടുത്ത, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും. ഇന്ന് എന്തൊക്കെയുണ്ട് ഈ ഭൂമിയിൽ? ഇന്ന് എന്തൊക്കെയുണ്ട്? മരണമുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, കഷ്ടതയുണ്ട്. വെളിപ്പാടാ, ഇനി ഉണ്ടാകയില്ല. അങ്ങനൊരു കാലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും പ്രസംഗിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. ആ കാലം നമ്മുടെ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് വെളിയിറങ്ങിയിട്ട് ഒരു വാക്ക് കൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായോ? യെസ്, വായിച്ചേ. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ കരഞ്ഞ ചിലരോടാ പറയുന്നേ. കർത്താവ് കണ്ണുനീര് തുടച്ചില്ലേ? അതിനെക്കുറിച്ചാ പറയുന്നേ. സിംഹാസനത്തിലിരിക്കുന്നവൻ പകല് കരഞ്ഞോണ്ടിരിക്കുന്ന നിന്നോട് ദൈവാത്മ പറയാ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഇന്ന് പകൽ, ഇന്ന് ജീവിതത്തിൽ പലതും അനുഭവിച്ച് കരയുന്ന വ്യക്തിയാണ് നീ എങ്കിൽ,
കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ സകലത്തെയും പുതുതാക്കാൻ പോവുകയാണ്. എത്ര പേരൊന്ന് പകൽ ഏറ്റെടുക്കുന്നു? ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ടല്ലോ, ഇന്ന് നിന്നിൽ നിന്ന് ഉയരുന്ന മുറവിളികളുണ്ടല്ലോ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളുണ്ടല്ലോ, കർത്താവ് ഇന്ന് പകൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നവൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ഞാൻ സകലത്തെയും പുതുതാക്കാൻ പോവുകയാണ്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് വെച്ച ഇത് ഉറപ്പാ. മനസ്സിലായോ? ഇന്ന് പകലൊരു ഉറപ്പ് കർത്താവ് തരിക, നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടയ്ക്കും, നിന്റെ കണ്ണിലെ എല്ലാ കണ്ണുനീരിനെയും ഞാൻ തുടയ്ക്കും. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു, എൻ്റെ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ, ഇന്ന് പകൽ കർത്താവ് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കും. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ സന്തോഷത്തോടെ. ഇന്ന് പകല് കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവ്, നമ്മുടെ എല്ലാ ഭാരങ്ങളെ മാറ്റുന്നൊരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് പകൽ ചിലരുടെയൊക്കെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കാൻ പോവാ, ചിലരുടെയൊക്കെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കാൻ പോവാ, ചിലരുടെയൊക്കെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കാൻ പോവാ. പ്രാർത്ഥിച്ചേ.